ഒരു ദിവസം 3 സുഹൃത്തുക്കൾ കുറുനരിയും ചെന്നായയും കാക്കയും സിംഹത്തിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, തമ്പുരാൻ, നിങ്ങൾ ദിനം പ്രതി ദുർബലനായി കൊണ്ടിരിക്കുകയാണ്. ഈ ദയനീയമായ അവസ്ഥയിൽ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒട്ടകത്തെ കൊന്ന് തിന്നാത്തത്? ഇല്ല, സിംഹം അലറി. അവൻ ഞങ്ങളുടെ അതിഥിയാണ്. നമുക്ക് അവനെ കൊല്ലാൻ പറ്റില്ല. ഭാവിയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ എന്നോട് പറയരുത്. പക്ഷേ കുറുനരിയും ചെന്നായിയും കാക്കയും ഒട്ടകത്തിന്മേൽ ദുഷിച്ച കണ്ണുകൾ വെച്ചു. അവർ വീണ്ടും ഒത്തുചേർന്ന് ഒട്ടകത്തെ കൊല്ലാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അവര് ഒട്ടകത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പ്രിയ സുഹൃത്തെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മുടെ രാജാവിന് ഭക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് നിനക്കറിയാമോ? മുറിവുകളും ശാരീരിക അവശതയും കാരണം അവന് വേട്ടയ്ക്ക് പോകാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങളിൽ നമ്മുടെ രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വയം ത്യാഗം ചെയ്യേണ്ടത് നമ്മുടെ കടമയായി മാറുന്നു. വരൂ, നമുക്ക് നമ്മുടെ രാജാവിന്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ശരീരം അവന്റെ ആഹാരത്തിനായി അർപ്പിക്കാം. നിഷ്കളങ്കനായ ഒട്ടകത്തിന് അവരുടെ ഗൂഢാലോചന മനസ്സിലായില്ല. അദ്ദേഹം തലകുലുക്കി. അവരുടെ നിർദ്ദേശത്തിന് അനുകൂലമായി സമ്മതിച്ചു. 4 പേരും സിംഹത്തിന്റെ ഗുഹയിലെത്തി. കുറുക്കൻ സിംഹത്തോട് പറഞ്ഞു, തമ്പുരാൻ, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് ഒരു ഇരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒന്നാമതായി കാക്ക മുന്നോട്ട് വന്ന് മഹത്തായ ലക്ഷ്യത്തിനായി സ്വയം സമർപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എന്നെ തിന്നാനും നിങ്ങളുടെ വിശപ്പ് ശമിപ്പിക്കാനും കഴിയും, കാക്ക സിംഹത്തോട് പറഞ്ഞു. നിങ്ങളുടെ ശരീരം വളരെ ചെറുതാണ്, കുറുക്കൻ പറഞ്ഞു. നിന്നെ ഭക്ഷിച്ചുകൊണ്ട് രാജാവിന് എങ്ങനെ വിശപ്പകറ്റാൻ കഴിയും? കുറുക്കൻ സ്വന്തം ശരീരം സിംഹത്തിന് ഭക്ഷണത്തിനായി സമർപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, തമ്പുരാൻ,